ഡാൻസ്. അയ്യോ ഇപ്പൊ പറഞ്ഞ നാം എടുത്തേ ഉള്ളൂ. 100 ആയിസ കേട്ടോ. ഞാൻ ബേബി വലിയ മറ്റം അങ്ങ് ബഹറില്ല. സോണിച്ചിന്റെ ഒരു ഫ്രണ്ടാ. ഒരിക്കൽ ബഹറിൽ വെച്ച് തമ്മിലൊന്നും പരിചയപ്പെട്ടോട്ടുണ്ട്. കഴിക്കാൻ കുറിച്ച് ജോണി കുര്യക്കോസിന്റെ കൂടെ. ജോണി കുര്യക്കോസിന് മനസ്സിലായില്ലേ? അങ്ങ് മസ്കറ്റിലാ. ഞാനും ജോണിയും കൂടെ വല്ല സീരിയലോ സിനിമയോ മറ്റോ എടുത്താലോ എന്ന് ആലോചിക്കായിരുന്നു. എന്നതാ മോടെ അഭിപ്രായം? സിനിമയാണോ സീരിയലാണോ പ്രോഫിറ്റബിൾ? അറിയാൻ വേണ്ടിട്ടാ. അതെ, സിനിമ തന്നെ പ്രോഫിറ്റ്. അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണം. ഇന്നത്തെ പോലൊരു 4 ഡാൻസ് അത് മതി പണം ഓടാൻ. അയ്യോ എന്നാ ഡാൻസ് ആയിരുന്നു, ഇടിവെട്ടായിരുന്നു. ഇത് സോണിച്ച് നിനക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്നു 10,000 സാധനം ഇന്ത്യ ഇവിടെ 2 ലക്ഷം രൂപ വരും. എന്നാ അത് എനിക്ക് ചാവി ഒന്ന് വേണം, ഒന്ന് പുറത്ത് പോകാൻ. അവിടെ ഉണ്ട് കബഡിൽ. ഓക്കെ. പിന്നെ സോണിച്ചും പുറത്തുണ്ട്. വല്ല ഐസോ സോഡയോ വല്ലതും വേണം നീ കൊണ്ടുവരണം. ഒന്നേ, ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് സൽക്കാരൊക്കെ വീടിന്റെ പുറത്ത് വെച്ച് മതിയെന്ന്. നിങ്ങൾ ആരാ എന്റെ ഭർത്താവോ അതെന്റെ പിമ്പോ? പറയുന്നതനുസരിച്ച് മര്യാദക്ക് ജീവിച്ചല്ലോ. ഒരു ഒറ്റക്കുപ്പി യാത്ര മതി. പിന്നെ ഒറ്റ കാലത്തിൽ പൊക്കിക്കൊണ്ട് നടക്കാനും അഭിനയിപ്പിക്കാനും മനസ്സിലായോ? ഭക്ഷണം കഴിക്കുന്നത് വേറെ ഒന്നും ചെയ്യണ്ട. എന്നൊരു ഭാര്യയായിട്ട് കണ്ടാ മതി. പ്ലീസ് കണ്ടാന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ്സും പണവും മേടിച്ച് എന്റെ മുന്നിൽ കൊണ്ട് നിർത്തല്ല മോണ്ട. ഇപ്പൊ നിനക്ക് എളിച്ചല്ലേ കൊണ്ട് നടത്താനേ കൊണ്ട് നടത്താനേ കുറെ കാലം അടുത്തപ്പോ ഇട്ടു പോയി. ഇപ്പൊ പിന്നെ വന്നു. അയാളെ നിങ്ങൾ അടി പിടിച്ചോണ്ട് നിങ്ങളല്ലേ ഒരു തെറ്റ് ചെയ്യാത്ത എന്നെ നിങ്ങളാ ഇതൊക്കെ അവസാനിക്കാനല്ല. ഫൈറ്റ് അല്ല, പാട്ടാ എടുത്തത്. ഓ ഡാൻസ് ആയിരുന്നു. സമയം എത്രയാണെന്നറിയോ? 6 മണിയായി. 6 മണിയായോ? നേരെ വിളിത്തോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് ബ്രേക്ക് ചെയ്തെടുക്കാം. ബ്രേക്ക്. ചേച്ചി വാ പോവാം. സോണി സാർ തന്ന ചെക്ക 2 ലക്ഷം രൂപയുണ്ട്. മാഡത്തിന് തരാൻ പറഞ്ഞു. അതിന് ഞാൻ എന്റെ പേയ്മെന്റ് മുഴുവൻ വാങ്ങി കഴിഞ്ഞാണല്ലോ. അത് മെഹബൂബല്ലേ വാങ്ങിയത്. മാഡത്തിനും ഉണ്ടാവില്ലേ പേഴ്സണൽ കാര്യങ്ങൾ? പൈസയ്ക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഇത് വേണ്ട. സോറി. മോള് വണ്ടി എടുക്ക്. പതുക്കെ ഒരേ ഒരു പാട്ട് മാറ്റണ്ട. காலையில பாடி அசத்துறாரு நம்ம எஸ்பிபி. போ போ போ. மனசுக்குள்ள கூட பிடிக்க கைகள் நாளாச்சு, கால்கள் எட்டாச்சு, என்னாச்சு ஏதாச்சு. இந்த காதல் அடிமை படத்துல பாட்டு இருக்குல்ல,
காலங்கள்னு சொல்லிரும் காலங்கள் ஆமா. கரையாகி போச்சு அதேதான். உன் வாசல் விழி பார்த்து கோலங்கள் கரையாகி போச்சு பாருங்கக்கா பார்த்துக்கிட்டே தான் இருக்கேன். தேடி அலைந்தேன் ആരൊരു ചിങ്കാരം കമ്പിളി കണ്ണാല നീ എയർപോർട്ടിലാണോ പാലക്കാരൻ മൈക്കിൾ എങ്കിൽ പിന്നെ ഹോട്ടൽ സാജൻ പേടിക്കൊന്നും വേണ്ട, പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. പ്രോപ്പർട്ടി എൻ്റെയാണ്. പിന്നെ നിങ്ങളെ രണ്ടുപേരും ആ കാക്കനാടിൻ്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് ഇങ്ങനെ വിറച്ചിരിക്കായിരുന്നില്ലേ? അതിൻ്റെ കാര്യം പേടിക്കേണ്ട, എല്ലാം ക്ലിയർ ആണ്. എൻ്റെ പേപ്പേഴ്സ് റെഡിയാണ്. നിങ്ങൾ ഫണ്ട്സ് അറേഞ്ച് ചെയ്താൽ മതി. പിന്നെ യെസ്, പുന്നുസച്ചാനെന്ന് എത്തുമെന്നും സോണിച്ചനെ വഴിയിലിറക്കിയിട്ട് ഇന്നലെ കണ്ട് ഇവന്മാരുമായിട്ട് ഡീൽ ഉറപ്പിക്കുന്നു പറഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. അല്ല, ഞാനിപ്പോഴും വിശ്വസിച്ചിട്ടില്ല. നിങ്ങളെനിക്ക് മനസ്സിലായില്ല. ഇത് ജ്യോതിലാൽ എൻ്റെ സുഹൃത്താ. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവൻ ഇടപെടും. ഓ ഐ സി. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഞാൻ എൻ്റെ പ്രോപ്പർട്ടി അയാൾക്ക് കൊടുക്കുന്നില്ല. അയാളുടെ പണം കൈപ്പറ്റാത്തിടത്തോളം കാലം എനിക്കങ്ങനെ തീരുമാനിച്ചൂടെ? പുന്നുസച്ചായ, ഇത് ദുബായ് UK ഒന്നുമല്ല, കൊച്ചിയാ. കൊച്ചി. ഇവിടെ കളിയായാലും കച്ചവടമായാലും അതിനൊരു എത്തിക്സ് ഉണ്ട്. അല്ല സുഹൃത്തായാലും ഞങ്ങൾ ഉണ്ടായിരിക്കടാ. അനിയൻ നന്നായി സംസാരിക്കുന്നുണ്ട്, പക്ഷേ ആരോടെന്നുള്ളതാണ് പ്രശ്നം. പ്രശ്നങ്ങൾ സ്വാഭാവികമല്ലേ പുന്നൂസെ? അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതുപോലിരിക്കും. ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കണം. ആ പ്രോപ്പർട്ടി സോണിക്ക് തന്നെ കൊടുക്കണം, പ്ലീസ്. പേരെന്താന്നാ പറഞ്ഞത്? ആ, ജ്യോതിലാൽ. ജ്യോതിലാൽ, നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിലും നല്ലത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും. ഇറങ്ങി പോകുന്നതായിരിക്കും എന്നല്ല, ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോണം മിസ്റ്റർ, ഇറങ്ങിപ്പോടാ. സോണി വാടാ. ഞാൻ പറഞ്ഞില്ലേ, അവൻ പ്രിപ്പയർഡ് ആയിട്ടാ. കമ്മിറ്റ് ചെയ്ത 4 പ്രോപ്പർട്ടി അവൻ മൈക്കിളിൽ തന്നെ കൊടുക്കും. പിന്നെ നമ്മുടെ കട്ടയും പടവും മടങ്ങും. അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വരുവാടാ. അവൻ്റെ കെട്ടിയോളും പിള്ളേരും അത് മാന്യമായിട്ട് നമുക്ക് തന്നെ വിലക്ക് തരും. കുട്ടികളില്ല, അവന് കെട്ടിയോളുണ്ട്, കുതിര പോലൊരു സാധനം. സന്തോഷേ, നീ മുരുകനും ഇന്ന് മുഴുവൻ ആയക്കൊപ്പം ഉണ്ടാവണം. ശരി സാർ. ചാവിത എടാ ജ്യോതി, എന്നാ ചെയ്യാനടാ? പറയാം, വാ കയറും. ഞാൻ കാറിലുണ്ടാവും. നീ അവിടെ ഇരിക്കേണ്ട ജ്യോതി. എങ്ങോട്ടാ? സെബാ ഫാൻസിന്ന് കൊണ്ടുവന്നതാ. രണ്ടെണ്ണം അടിച്ചേച്ച് പോന്നേ. മാറോ. സോണിച്ച, രാത്രി ഒരുപാട് വൈകരുത്, പണിയുള്ളതാ. അവന് മറ്റൊരിട്ട് ഒരു പണി കൊടുത്താലേ എനിക്കപ്പുറത്തി വരത്തുള്ളൂ, അല്ലടാ ജ്യോതിയെ? പ്രമേ കഷ്ടകാല സമയത്ത് ഒരുപാട് സഹായിച്ചാണ് സോണിച്ച്. ഇടയ്ക്കിടയ്ക്ക് പ്രമേ എന്ന് പറയാറുണ്ട്. എന്താ മേബൂബ് ഇത് കൊച്ചു കുട്ടികളെ പോലെ? അത് വീട്. നമുക്ക് പൈനാവിലൊക്കെ ഒന്ന് പോണ്ടേ പഴയതുപോലെ? പള്ളി കൊടുത്ത് നടിച്ചോണ്ട് വരായിരുന്നല്ലോ. ഇട്ടിവിട്ട് ഫിഗർ കേട്ടോ. അല്ല, ഞാൻ പുള്ളിക്കാരൻ്റെ BCCന്റെ ഫോട്ടോ ശ്രദ്ധിച്ചിരുന്നേ. കഴിഞ്ഞ മാസം BCC വനിതാ മാസികയിൽ കൊടുത്ത ഇന്റർവ്യൂവിലെ നിങ്ങളുടെ പ്രേമകാര്യത്തെ കുറിച്ചൊക്കെ എമ്മടി പറഞ്ഞിരുന്നു. യു ആർ വെരി ലക്കി. ഇന്നത്തെ ആ ഫിഗർ സ്വയം ആക്ടിങ് ആകട്ടോ. ഇന്നത്തെ ഡാൻസ്, ഡാൻസ്. അയ്യോ, ഇപ്പൊ പറഞ്ഞ നാം എടുത്തേ ഉള്ളൂ. 100 ആയിസ കേട്ടോ.
നീ സോണിച്ച മൈക്ക് ഗിഫ്റ്റ് കൊണ്ടുകൊടുത്തേ ഞാൻ മറന്നുപോയി. എന്നാ സാധനം ബേബിച്ചനും ചെല്ല്. രാജായി ശശിയായി വാ. ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് സൽക്കാരൊക്കെ വീടിന്റെ പുറത്ത് വെച്ച് മതിയെന്ന്. നിങ്ങൾ ആരാ എന്റെ ഭർത്താവോ അതെന്റെ പിമ്പോ? പണ്ട് ജീവിതം വഴി മുട്ടിയപ്പോ ഞാൻ നിങ്ങൾക്ക് വഴങ്ങി തന്നിട്ടുണ്ട്. എന്റെ കഥകാടുമുണ്ട്. അന്ന് നിങ്ങൾ എനിക്കും എന്റെ ഭർത്താവിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അവസാനം കൂടെ കിടന്ന് മടുത്തപ്പോ നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ ഒരു നാടകം കളിച്ചു. അത് ഞാൻ ക്ഷമിച്ചു. മതി. ഇനി അങ്ങനെ ഒന്നുണ്ടായ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അതിനു വേണ്ടി ആരും ഇവിടെ ആർക്ക് കള്ളപ്പണം വാങ്ങിക്കൊടുക്കണ്ട. ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കും പ്ലീസ്. അവൻ വരുന്നു ഇത്ര പെട്ടെന്ന് അവിടെ എന്തെങ്കിലും നടത്തിട്ടിട്ടത് എനിക്ക് തോന്നില്ല കേട്ടാ. ബേബിച്ചൻ കാർ ഹലോ കുഞ്ഞുമോനോട് ഹൈക്കോടതി ജംഗ്ഷനിൽ നിൽക്കാൻ പറ. ഞാൻ എന്താ വരുന്നു. ആ സന്തോഷമാണ് വിളിച്ചത്. നിങ്ങൾ ഇറങ്ങിക്കോ. നിങ്ങൾ ഇറങ്ങിക്കോ, ഞാനിവിടെ വരാം. ഓ പിന്നെ പരുമലപ്പള്ളിയിൽ പെരുന്നാളോടാൻ പോവല്ലേ. ഇറങ്ങടാ. കൊട്ടയങ്ങളെ ചിരുന്നാലേ അവനവൻ്റെ പാട്ടിന് പോവും. ഇറങ്ങ. എടാ ജ്യോതി നോക്കിക്കൊണ്ടൊക്കെ വേണേ. അച്ചായൻ ചെല്ല്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ റൂമിൽ കാണും. എന്താ ഉണ്ടായ? அல்ல சார் இவரு சார் நாங்கள் வந்து ரிலீஸ் படத்துக்கு போயிருந்தோம் சார். இந்த ஆள்
எங்க சீட் பின்னாடி உட்கார்ந்துட்டு இருந்தான். சீட் கேப்ல கையை போட்டு பொம்பளைக்கிட்ட அசிங்க பண்றான் சார். என்னடா இப்படி பண்றேன்னு டீசெண்டா கேட்டேன். அது கேட்டப்போ இந்த ஆளு இங்க ஒரு அடி இங்க ஒரு மெதி பாக்கெட்ட கிழிச்சிட்டா சார். வலிக்குது சார். இங்க ஒரு அடி இங்க ஒரு மெதி வலிக்குது. படம் பார்க்க விடல சார். மனோரா சார் இவரா ஞாபகம் தியேட்டர். ஐயோ போய் சொல்றா சார். டேய் சொட்டே நீ தானே சீட்டுக்குள்ள கை போட்டு இங்க புடிச்ச. டேய் என்னடா பாக்குற? அங்க கிடைச்சது பத்தலையா? போலீஸ் ஸ்டேஷன் பார்க்காம விட்டனா ஒண்ணு. அப்பப்பா. ഹലോ ആ സാർ 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 യെസ് സാർ എന്താ ഇവരെ വിട്ടേക്കാൻ പറഞ്ഞു. ഉത്തരവ് വന്നോ? ആ തിയേറ്ററിൽ നടത്തിയ കലാപ്രവർത്തനങ്ങൾക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് വല്ലതും തരണോ? വേണോ? ചെല്ലു. ഇത് തമിഴ്നാടല്ല, കേരളമാണ്. ഇവിടെ പൊണ്ടാട്ടിയും കൊണ്ട് സിനിമ കാണാൻ പോകുമ്പോൾ ഓർക്കണം. இல்ல இது என் பொண்டாட்டி இல்ல சார். പൊണ്ടാട്ടി അല്ലേ പിന്നെ? நாங்க வந்து க்ளோஸ் ஃப்ரெண்ட்ஸ். ഫ്രണ്ടാ? എത്ര വർഷമായി ഫ്രണ്ടായിട്ട്? ஒரு வருஷம் தான் ஆகுது சார். நாங்க வந்து ஒரே இடத்துல ஒரே மனசோட வேலை பார்க்குறோம். എന്നാ നിനക്ക് അവനെ കല്യാണം കഴിച്ചൂടെ? எனக்கு ஏற்கனவே கல்யாணம் ஆயிடுச்சு. നേരത്തെ കല്യാണം കഴിഞ്ഞ? ஆமாங்க. നിന്റെ ഭർത്താവ് എവിടെ? நாட்டில பொள்ளாச்சியில இருக்காங்க சார். വീട് പൊള്ളാച്ചിയില്, കയ്യിലിരിപ്പ് ഹോളിവുഡില് അല്ലേ? ஐயோ சார் இது பாவம் சார். அவ பெரிய குடிகாரன். எவ்வளவு போட்டு மிதிப்பான். അമ്മാ നിങ്ങളുടെ ഭർത്താവ്? நாங்க பூஞ்சேரியில இருந்து மദ്ராஸ்க்கு வந்ததுக்கு அப்புறம் அங்க ஒரு சேட்டா இருந்தான்னு சொன்னேன் பாத்தீங்களா? ராஜன் சேட்டா என்ன ஒரு இடத்துல வேலைக்கு சேர்த்து விட்டான். அங்கதான் இவன் இருந்தான். நாங்க ரெண்டு பேரும் சேர்ந்து பர்மாக்கு ஓடிட்டோம். அங்கதான் எங்க கல்யாணம். ஓகே அம்மா போயிடுங்க. ரொம்ப நன்றி சார். போங்க. வேலு நீ மருதத்தை வீட்டுல விட்டுட்டு வந்துரு. நாங்க கிளம்புறோம். வாயா வா பரிமளம். என்னாடி என்னாச்சு? இல்ல ஒன்றும் இல்லை. அந்த ரவுடி பசங்களை பற்றி நினச்சிட்டு இருக்கியா? அதெல்லாம் முடு. ஆமாம் நீ எதுக்கு அங்கே தனியாக தங்கிட்டு இருக்க? எங்கே கூட தங்கலாமே? அங்கே லட்சுமி அக்கா, ஆண்டி அண்ணன், பரிமளம் நாங்கள் எல்லாரும் ஒன்றா தான் தங்குறோம். இடம் பார்க்கணுமா? நான் அப்புறம் சொல்கிறேன். இன்னும் ஒன்றுமே சொல்லாமல் போகிறான். ജോയ് സാറേ ദേ സോണി സാർ ദുബായിന്നാ. ഹലോ. മൊബൈൽ ഓഫാക്കി വെച്ചത് എന്നാ ഉണ്ടാക്കുവാണ്? ഞാനൊന്ന് മയങ്ങിപ്പോയി. എന്താ കാര്യം? ഇപ്പൊ സൂര്യയുടെ ഭർത്താവ് മെഹബൂബ് എന്നെ വിളിച്ചിരുന്നു. ആ ജയമോഹൻ കാലത്ത് സിനിമ റിലീസ് ആവുന്ന ദിവസമാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും കൊത്തി കയറി മുമ്പ് 2 പൂശ് കൊടുത്ത് അവളെ വീട്ടിൽ കൊണ്ടാക്കി. ഓഹോ ഫുള്ളാണല്ലോ. അയ്യോ ഒരുപാട് കാറുണ്ട്. നോക്ക് എന്തൊരു ബൂസ്റ്റിംഗ് ഞാൻ തന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കണ്ട സീരിയലൊക്കെ പോയി ചീള് വേഷം ചെയ്താലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഷാരിമോൾ ഇറങ്ങ്. ടോർച്ചടിക്ക് ടോർച്ചടിക്ക്. വരും വരും. Surya, you look gorgeous in this shot. എന്താ പ്രശ്നം? അത് ഡാൻസ് ആണേ. പോവാം സാർ. എന്ത് പ്രശ്നം? ഇരിക്കെ അതൊക്കെ ഇപ്പൊ തീരുവന്നേ. ഇതൊക്കെ ഫാൻസുകാരെ മുന്നിലുള്ള അടിയല്ലേ? ചുമ്മാ സൂപ്പർ സൂപ്പറാ. നോക്ക് നോക്ക്. പിന്നെ സൂര്യ മൊത്തം പടത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പിന്നെ നമുക്ക് ഒരു 1-2 തിയേറ്ററിൽ കൂടെ പോയിട്ട് പോയാ പോരെ? കുഴപ്പമല്ലോ ഉണ്ടോ? വണ്ടി സൈഡിലേക്ക് നിർത്ത്. എന്നിട്ട് എനിക്കൊരു പാക്കറ്റ് 555 സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വാ. അവിടെ നിർത്ത്.
എന്താ വിരലിൽ മോതിരം വിടാത്തേ? പിന്നെ ഈ മോതിരം വിടുമ്പോഴേ മിനിമം ഒരു 4-5 എണ്ണം അടിക്കണം. അതാ എന്റെ ഭംഗി. പിന്നെ നമ്മുടെ അടുത്ത പടത്തിന്റെ കോസ്റ്റ്യൂംസ് ഇതൊന്നും അല്ല, നല്ല ബ്യൂട്ടിഫുള്ളാ. ലൊക്കേഷൻ എവിടെ അറിയാമോ? അമേരിക്കയിലാ. ഇങ്ങനെ നാണം കാണിച്ചാലോ? റൊമാൻറ്റിക് സീനൊക്കെ എങ്ങനെയാ അഭിനയിക്കണേ? എന്താ മോളെ ഇത്? അയ്യോ, മാഡം ചെന്ന വണ്ടി കയറി. ഞങ്ങ ഇവിടെ ലോക്കൽ ആക്കാരാണ് സാറേ. ഓ, സാറിന്റെ പടം ഒന്ന് റിലീസല്ലേ? അതെ. എങ്ങനെയുണ്ട്? സൂപ്പർ ഹിറ്റ് അല്ലേ? അല്ലേ മാഡം പ്ലീസ്, സോണി സാർ പറഞ്ഞിട്ടാ വണ്ടി കയറി. അല്ല ഈ മാഡം പ്ലീസ്. ഹേയ് സാറ് പേടിക്കണ്ട. എന്നാ പിന്നെ ഷാരി പുറകോട്ടിരുന്നോ? നിങ്ങളിപ്പോ എത്ര അടുത്താണെങ്കിലും അകലെയാണെങ്കിലും പ്രണയം എന്ന മൂവിയിലെ നീ അകലെയാണോ എന്ന പാട്ടാണ് ഇനി റെഡ് FM 93.5. ഹലോ മാം, ഒരു സോമൻ. പൊടിയാടി സോമൻ എന്ന് പറ, ആടത്തിന് അറിയാം. പൊടിയാടി സോമൻ. പിന്നെ ഷമി സാർ എന്ന് പറ. പിന്നെ വൺ മിസ്റ്റർ ഷമീം. ഓക്കെ മാം. സോമ, അത് പുന്നു സച്ചായനും സോണി വടയാറ്റിലും കൂടി സംസാരിച്ചു വെച്ചിരുന്നത് 10 കോടിക്കായിരുന്നു. ആ നിലയ്ക്ക് മറ്റൊരാൾക്ക് വേണ്ടി ആലോചിക്കുമ്പോൾ അതിൽ കൂടിയ വില പറയേണ്ടി വരുമല്ലോ. അല്ല മാഡം, അന്ന് സോണി വടയാറ്റിലോട്ട് കച്ചവടം ഉറപ്പിക്കാതെ തെറ്റിപ്പിരിഞ്ഞു പോയിന്ന ഷമീർ സാറൊക്കെ പറഞ്ഞു കേട്ടത്. അല്ല, ഷമീർ സാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അച്ചായ മരിച്ചു 2 ആഴ്ച കഴിഞ്ഞ് സോണി എന്നെ വന്ന് കണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ വിലയിലൊരു ധാരണയുമായി. ഹലോ, ഓക്കെ ഞാൻ ഇറങ്ങുക. സോറി സോമ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നൊരിക്കൽ സംസാരിക്കാം. ഒന്ന് വിളിച്ച് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടായാൽ സൗകര്യമായി. സോറി. ഷമീർ സാറേ, കാര്യം ഈസിയായിട്ട് നടക്കുന്ന ഞാൻ വിചാരിച്ചു. ഇതിപ്പോ MLA ആയപ്പിന് ഞാൻ കൊടുത്ത പൈസ പെണ്ണുമ്പള ജാമ്യത്തിറക്കാൻ സ്റ്റേഷനിൽ കയറിയത് വെറുതെ ആയിന്നാ തോന്നുന്നത്. കച്ചവടത്തിന്റെ കാര്യം വന്നപ്പോ പെണ്ണുമ്പള ആലുവ ശിവരാത്രി കണ്ട പരിചയമില്ല. അതൊരു ക്യാരക്ടർ അങ്ങനെ സോമ. അല്ല, അതാണ് അതിന്റെ ശരി. കച്ചവടം വേറെ, പരിചയം വേറെ. രാജപ്പന്റെ പൈസ ഞാൻ തന്നേക്കാം. അയ്യേ സാറേ, ഞാൻ പൈസക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ കച്ചവടം അതങ്ങ് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇപ്പൊ തന്നെ വരാം. മാഡം, ഈ സമീർ സാറ് കോഴിക്കോട്ടൊരു വൻ സെറ്റപ്പാ. കുടുംബത്തിൽപ്പെട്ട ഒത്തിരി പേര് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെയാ. പൊന്നു സാർ അതിന്റെ പേരില്ല സോണി വടയാറ്റിന് കൊടുക്കാതെ പുള്ളിക്കാരന് കൊടുക്കാൻ തീരുമാനിച്ചത്. നടന്നിരുന്നേ പിന്നീടായാലും നമുക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ടാ. ഓക്കെ സോമ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അത് മതി. ഹലോ. മാഡം, ഞാൻ പൊടിയാടി സോമനാന്നേ. പറയൂ സോമൻ. മാഡം, ഷമീൻ സാറ് പറയുന്നത് ആര് പറയുന്നതിലും 50 ലക്ഷം രൂപ കൂട്ടിത്തരാന്ന്. പിന്നെ അത് മാത്രമല്ല മാഡം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ കോഴിക്കോട്ടുള്ള വൻ സെറ്റപ്പാ. സോമ, പിന്നെ മാഡം, എന്റെ അവസ്ഥ മാഡത്തിന് അറിയാലോ. കഴിഞ്ഞ മാസം 1-2 കച്ചവടം നടക്കേണ്ടതാ. അപ്പൊ ഷമീർ സാറാ പറഞ്ഞേ മാഡത്തിന്റെ കൂടെ ഇടന്ന പൊല്ലാപ്പൻ കേസ് ഒന്ന് തീർക്കാൻ. അറിയാലോ, 3 പെൺകുട്ടികളാ എനിക്ക്. സോമൻ,
നമസ്കാരം. ആരാ എവിടുന്നാ? പൊടിയാടി സോമനായിരുന്നേ, മാഡം പറഞ്ഞിട്ട് വന്നതാ. ഇരിക്കെ, ഞാൻ പറഞ്ഞിട്ട് വരാം. ആരാ ഈ ഷമീൻ സാറ്? കയറി ചെല്ലാൻ പറഞ്ഞു. ഷമീൻ സാർ മാത്രം ചെന്നാ മതിയെന്നാ മാഡം പറഞ്ഞത്. എന്റെ ചക്കുളത്തമ്മേ, ഞാൻ എന്തായി കേക്കണത്? സാറിന് ജാതി വിശ്വാസം ഉണ്ടോ? ശുക്രനാ ശുക്രൻ. ആ ചെല്ല് ചെല്ല്. നോക്കി ഇങ്ങോട്ട് നിന്നാലേ മൊത്തമായിട്ട് ഇങ്ങ് പോരും. ദേ, ഈ പൊടിയാടി സോമനെ മറക്കല്ലേ. 3 പവനാ. ഷമീം, ഒൻപത് വർഷമായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്. മസ്കറ്റിൽ വെച്ചായിരുന്നു. നഴ്സിംഗ് പൂർത്തിയായി ജോലി കിട്ടി. മസ്കറ്റിൽ ചെന്നതിൻ്റെ പിറ്റേന്നാ പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. എൻ്റെ വീട് തിരുവല്ലയ്ക്കടുത്ത് പുല്ലാട്. ഞങ്ങൾ 5 പെൺകുട്ടികളാ. എനിക്ക് താഴത്തുള്ളതുങ്ങളെ പുള്ളിക്കാരൻ പഠിപ്പിച്ച് കരകയറ്റി. പുള്ളിക്കാരൻ എനിക്ക് ഭർത്താവ് മാത്രമായിരുന്നില്ല. ഹി വാസ് റിയലി എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. സോറി. പുന്നു സച്ചാനെ കൊന്നവരുടെ ഡീറ്റെയിൽസ് ഞാനന്ന് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷേ അവരന്ന് അതിനു പകരം എന്നെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ഷമീമിനെ അറിയാമോ? ജ്യോതിലാൽ കുഴപ്പക്കാരനാ മാഡം. ക്രിമിനൽ. 3 മർഡർ കേസിലെ പ്രതിയാന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കിവനോടൊരു കടമുണ്ട്. അത് വീട്ടണം. അതിനൊരു ഹെൽപ്പിനായിട്ടാണ് ഞാൻ ഷമീമിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പുന്നു സച്ചായിനെ കൊന്നത് ഇവനാണ്. അതെന്തിനായിരിക്കും? വെറുതെ ഇടങ്ങേറിച്ചെന്ന് ചാണ്ട വെച്ചാൽ ഞാൻ പറയായിരുന്നു പോലീസിനോടും ഇങ്ങളോടും. പുന്നു സാറ് മരിക്കുന്നതിൻ്റെ തലേന്ന് ഈ സോണി വടയാട്ടിലുമായിട്ടൊരു കച്ചറ ഉണ്ടായിരുന്നു ഹോട്ടൽ സാജിൽ വെച്ചിട്ട്. നമ്മൾ ഇന്ന് സംസാരിച്ച ആ പുരയുടെ കച്ചവടത്തിൻ്റെ പേരില്ല. ഇവനാണ് പുന്നു സാറെ കൊന്നെങ്കിൽ അത് സോണി വടയാട്ടിന് വേണ്ടിയിട്ടാ. ഡെഫിനിറ്റാ. അവരത്ര വലിയ ചങ്ങായിമാരാ മാഡം. ഈ സോണിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും ഇവന് മടിയില്ല. ഈ 3 മർഡർ കേസ് എന്ന് പറഞ്ഞത് സോണിക്ക് വേണ്ടി ചെയ്തതാ. സ്റ്റേറ്റ്സിലോ ദുബായിലോ ആയിരുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തോനെ ആളുണ്ടായിരുന്നു. ഇച്ചാൻ്റെ ഫ്രണ്ട്സ് തന്നെ. സോണി വടയാറ്റിൽ എനിക്ക് കൊല്ലണം. അതിന് ഷമീം എൻ്റെ ഒപ്പം വേണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. ഷമീമിന് നേരിട്ട് ഇൻവോൾവ്മെന്റ് വേണ്ട. ഈ പറഞ്ഞ ജ്യോതിലാലിനെ പോലെ മറ്റൊരു ജ്യോതിലാൽ. ഷമീം എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ? பாண்டியனே எப்படி இருக்க? ஓகே, நாளைக்கு இதெல்லாம் நம்ம ஏரியா தான். ஏய், எப்படி இருக்கடா? நல்லா இருக்கேன்பா. இறங்கு கிட்ட பரிமளம்.